എന്നതാടാ ഇത്? ചുമ്മാ വന്ന് ഈ ഒറ്റയ്ക്ക് കുറ്റപ്പെട്ടിരിക്കുന്നേ? പറയണ്ടെന്ന്. ഒന്നും പറയണ്ട. എന്ത് പറ്റി? ഉള്ള സമയവും പോയി, കയ്യിലുണ്ടായിരുന്ന കാശും പോയി, ആകെ ഉണ്ടായിരുന്ന മാനവും പോയി. അയ്യടാ, ആദ്യം പറഞ്ഞ രണ്ടും ഓക്കെ, പക്ഷെ മാനം അവിടെ തന്നെ ഉണ്ട്. മാനം പോയി, നാണമില്ലടാവി. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇങ്ങനെ വന്ന് ഊമനായിട്ട് അങ്ങ് ഇരിക്കും. അതാണോ വേണ്ടത്? ആ മാനം അല്ല, പിന്നെ എന്നാ മാന? അഭിമാനം. പോയ അപമാനമായി മാറിയേക്ക്. അപമാനമായിട്ട് മാറി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ആത്മഹത്യ ചെയ്യുക, കൈചാരുമ്പ് മുറിക്കുക, ഇതൊക്കെയാണോ വേണ്ടത്? എടാ, ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല ആശ്വസിച്ച് അങ്ങ് ജീവിക്കണടാ. ആശ്വസിച്ച അല്ല, എന്നാ ആസ്വദിച്ച് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന്. അതിന് കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ നമ്മളെ തേച്ചിട്ട് പോയത്. ഏടാ പോട്ടാ. എടാ, ഈ പെണ്ണും പ്രൈവറ്റ് ബസ്സും ഒരുപോലെയാടാ. ഒരെണ്ണം പോയാൽ അടുത്തത്. നിനക്കറിയാമല്ലേ, ഒരു പ്രൈവറ്റ് ബസ് പോയാൽ അടുത്ത ബസ് കിട്ടുമ്പോൾ നമ്മൾ അതൊക്കെ കയറി അങ്ങ് പോകും. അല്ല ചുമ്മാ ഒരു പെണ്ണ് പോയാൽ പോട്ടാ, 100 പെണ്ണ് വേറെ വരും. അറിയാവോ? എത്ര കാശ് ഞാൻ അവക്ക് വേണ്ടി പൊട്ടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പാർക്കിൽ കൊണ്ടുപോണ്, ബീച്ചിൽ കൊണ്ടുപോണ്, ടൂറ് കൊണ്ടുപോണ്, സിനിമക്ക് കൊണ്ടുപോണ്. ശവായി വേണമെന്ന് പറഞ്ഞപ്പോ അൽഫാം മേടിച്ചു കൊടുത്തവനാണ് ഞാൻ. അവക്ക് കയ്യിലിരിക്കണ മറ്റേ മൊബൈലില്ലേ, ഐഫോൺ, ഞാൻ പണിക്ക് പോയി മേടിച്ചു കൊടുത്തതാ. അങ്ങനെയെങ്കിലും പണിക്ക് പോയല്ലോ. അവക്ക് വേണ്ടിട്ടാണ് ഞാൻ പണിക്ക് പോയത്. എന്നിട്ടാണ് അവൾ ഈ പണി കാണിച്ചത്. എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു പ്രശ്നം? ഇതൊക്കെ തന്നെയായിരുന്നു. എനിക്ക് പണിയില്ല, ജോലിയില്ല, സ്വത്തില്ല, ബന്ധുക്കാരില്ല, ഇട്ടിട്ട് പോയി കളഞ്ഞ്. എടാ, നിനക്ക് 2-2.5 സെന്റ് സ്ഥലമില്ല. നിന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്. പിന്നെ എന്നാ പ്രശ്നം? പിന്നെ ജോലിക്ക് പോയാ ജോലി ആവുമല്ലോ. വല്ലപ്പോഴും ഒക്കെ ജോലിക്ക് പോടാവേ. ഈ സ്വത്ത് എന്ന് പറഞ്ഞാൽ 2.5 സെന്റ് സ്ഥലമല്ലേ ഉള്ളത്. അത്ര ഇല്ലേ? അപ്പൊ അനിയന്റെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം. പിന്നെ ഭാഗം ചെയ്യാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ആ വിറ്റ് കഴിഞ്ഞാൽ, ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് ഒരു എന്റെ സ്വർണം പോലും മേടിക്കാനില്ലെന്നാണ് അവള് പറയണം. എടാ, നിന്റെ ഒരു അമ്മാവനില്ലേടാ, അമ്മയുടെ ആങ്ങള ഭാസ്കര മാമൻ. പുള്ളിക്ക് എന്തെങ്കിലും ലക്ഷക്കണക്കിന് സ്വത്തിന്റെ ആളല്ലേ. ഇങ്ങയുടെ കാലശേഷം ആ സ്വത്തെല്ലാം നിനക്കല്ലേടാവേ? അതെ, നാട്ടുകാർക്ക് മുഴുവനും അറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കാലശേഷം സ്വത്തെല്ലാം ഞാൻ എന്റെ മരുമകന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പെങ്ങളുടെ മകന് കൊടുക്കാന്ന്. ഞാനത് അവളോട് പറഞ്ഞോ. എന്നിട്ട് അവള് വിശ്വസിച്ചില്ല. എന്നിട്ട് ഞാൻ അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുപോയി വിളാം. എന്നിട്ട് അമ്മാവനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ കാണിച്ചും കൊടുത്തു. പിന്നെ എന്താ, അടുത്ത ആഴ്ച ഇപ്പൊ അവളുടെ കല്യാണമാണ്. ആരാടാ ചെറുക്കൻ? അമ്മാവൻ, ഭാസ്കര മാമൻ. അയ്യോ, ഈ പറഞ്ഞ കല്യാണം കഴിക്കുന്ന ശബ്ദം ചെയ്ത അമ്മാവനോ? അവളെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ കല്യാണം കഴിക്കണോന്ന്. അല്ല, നിന്റെ പെണ്ണിനെ അമ്മാവൻ കല്യാണം കഴിക്കുന്നതാണോ നിന്റെ പ്രശ്നം? അതല്ല, ഇത്രയും നാളും പൊന്നെ, ചക്കര, എടി, പോടി, മുത്തേന്നൊക്കെ വിളിച്ചത് അവളെ ഞാൻ ഇനി അമ്മായി എന്ന് വിളിക്കണോല്ലാന്ന് ഓർക്കുമ്പോഴാണ്. നന്നായി അല്ല, അമ്മായി. അതാ ഞാൻ പറഞ്ഞത്, നന്നായി എന്ന്. രാത്രി കിടക്കാൻ നേരത്ത് പ്രാർത്ഥിച്ചിട്ട് നല്ല സ്വപ്നങ്ങൾ കാണണമെന്നും പറഞ്ഞാണ് കിടക്കണത്. അല്ല കാറാ, ബംഗ്ലാവ്, മണിമാളിക, സുന്ദരിമാരായ പെണ്ണുങ്ങളാ. അതൊന്നും അല്ല കാണുന്നത്. ഈ കൊക്ക, പഠിക്കാൻ ഓടിച്ചിരുന്ന പട്ടി, ടിപ്പർ. പ്രാർത്ഥന കേൾക്കണില്ല. ഇങ്ങനെ ഇരുന്നാ മതിയാ? കല്യാണത്തിന് പോണ്ടേ? റെഡി ആവണ്ടേ? കല്യാണം വിളിച്ച കല്യാണത്തിന് പോകണ്ടേ? ഞാനൊന്ന് റെഡി ആവട്ടെ. മേക്കപ്പ് ഒക്കെ എന്തിനാ റെഡി ആവട്ടെ? എന്തിനാണ്? എന്താണ് എടി, നീ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ആയി പോകും. പിന്നെ നിന്നെ വെറുതെ ഈ പച്ചപ്പരിഷ്കാരിയായിട്ട് കാണണം നല്ലത്. ആ നിഷ്കളങ്കത, ആ നിർമ്മലത, ആ സൗന്ദര്യം, അത് മേക്കപ്പ് ചെയ്താൽ കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ചെയ്യണ്ടെന്ന് പറയണത്. ശരിക്കും വാട്ടേ ബ്യൂട്ടി, നിന്നെ ഇങ്ങനെ കാണണത് സൂപ്പർ. എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ പറയണോന്ന്. എന്നിട്ട് എന്താ പറയാത്തത്? പൊക്കി പറയാനൊന്നും ഇല്ലല്ലോ. പിന്നെ എന്നെ പോലെ നോണ പറഞ്ഞൂടെ? അപ്പൊ നിങ്ങൾ ഇത്ര നേരം എന്നെ നോണയാണോ പറഞ്ഞത്? അല്ല, നിന്നെ ഞാൻ അങ്ങോട്ട് വർണ്ണിച്ചു പറയാൻ മാത്രം എനിക്ക് പ്രാന്തല്ലേ. പക്ഷെ വേറെ കാര്യം ഞാൻ പറയാട്ടാ. എന്താണോ? ലോകത്തുള്ള 8 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ് നീ. ഓ, അതെനിക്ക് സൂചിച്ചു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ബാക്കിയുള്ള 7 അത്ഭുതങ്ങളുടെ കൂടെ നിങ്ങളെ ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ട നിങ്ങളുടെ അന്ത്യം ഒരിക്കും. ഓർത്തോ? ഒരു തമാശ പറയാൻ പോലും പറ്റില്ല. അപ്പൊ തന്നെ അങ്ങോട്ട് സീരിയസ് ആയിട്ട് അങ്ങോട്ട് എടുക്കണേ. ഇതാണ് തമാശ. ഭർത്താവില്ലേ ഞാൻ? ഒരു ഭാര്യനെ ഇങ്ങനെ സമയം കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ പൊരുത്തി പറഞ്ഞത് ഒരു സുഖമല്ലേ? അതിനെ ആസ്വദിക്കല്ലേ വേണ്ടത്. ഓ, ഈ പട്ടിക്ക് പാല് കൊടുത്താ? പട്ടിക്ക് പാലും പഴവും ഒക്കെ കൊടുത്തു. പഴം എന്തിനാ കൊടുത്തത്? പഴം എനിക്ക് തിന്നാൻ മേടിച്ചു വെച്ചാണ് ഞാനത്. ഞാനത് പട്ടിക്ക് കൊടുത്തു. ആ ഇറച്ചി ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഇറച്ചിയും കൂടി വേവിച്ചിട്ട് പട്ടിക്ക് കൊടുത്തിട്ട് നമുക്ക് പോവാം. കല്യാണത്തിൽ പോകണ്ടേ? പിന്നെ പോണം, റെഡി ആവണം. പട്ടീനെ പട്ടിണിക്ക് ഇട്ട് പോകാൻ എനിക്ക് പറ്റില്ല. പട്ടിക്ക് കൊടുത്ത് പാലും കൊടുത്ത് ഇനി ആ ഇറച്ചി മാത്രം കൊടുത്താൽ മതി. കൊടുക്കണം. വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ കഴിച്ചാൽ അന്വേഷിച്ചാൽ ഒരു ഇതുമില്ല. പുറത്ത് കിടക്കണ പട്ടിയുടെ കാര്യമാണ് ചോദിച്ചോണ്ടിരിക്കണത്. ആ സ്നേഹം എന്നോട് കാണിച്ചെങ്കിൽ ഇവിടെ കാണിക്കാൻ പറ്റിയോ? ചളുക്ക് എന്താണ്? ഇവിടെ പട്ടി എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളതാണ്. അത് താങ്ക്സ് കാണിക്കണ മൃഗമാണത്.
അത് ആരാ ടാക്സ് എടുക്കണോ? ടാക്സ് അടക്കണല്ല, താങ്ക്സ്, നന്ദി. മനുഷ്യനെ കണ്ടാൽ മതി. എന്നെ അവിടെ നിങ്ങൾ വന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ നിന്ന് അവൻ ഇങ്ങനെ ജമ്പ് ചെയ്ത് ബെൻ ജോൺസനെ പോലെ വരും. എന്റെ അടുത്ത് വന്ന് നിൽക്കും, എന്റെ മേത്ത് കയറി ഇങ്ങനെ കളിക്കും. അത് അവന്റെ സ്നേഹപ്രകടനവും. അവൻ ബാലാട്ടും. ഞാൻ വന്നിരിക്കുമ്പോൾ ഇവിടെ അരിയത്തിരിക്കും. അവന് സ്നേഹിക്കാൻ അറിയാം. എന്നാ മറ്റുള്ളവരെ കണ്ടാൽ, പരിചയമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ കുരക്കാനും അറിയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കണില്ലേ, വർത്താനം പറയണില്ലേ, നിങ്ങളെ സ്നേഹിക്കണില്ലേ? നീ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്നെ അവിടെ വെച്ച് ഇങ്ങോട്ട് ഗേറ്റ് കാണുന്ന അപ്പൊ തുടങ്ങും ഇവിടെ കൊര. എന്റെ സ്നേഹിക്കണത് ആരെയാണ്? അന്യരെയും. അന്യരെ എന്ത് വർത്താനോട് ഈ പറയണത്? ഞാൻ ഏത് അന്യരെ സ്നേഹിച്ചെന്ന്? പരിചയമില്ലാത്ത ആരെ കണ്ടാലും ഭയങ്കര സ്നേഹപ്രകടനമാണ്. നിന്റെ അച്ഛനും അമ്മയോട് സംസാരിക്കാനല്ലേ നിനക്ക് നേരമുള്ളൂ. അവരന്യരാണ്, അവരെന്റെ അച്ഛനും അമ്മയില്ല. അവരെ ഞാൻ സ്നേഹിക്കാണ്ട് വേറെ ആര് സ്നേഹിക്കാനാണ്? അതുപോലെ ഒരു അച്ഛനും അമ്മയിലും ഇവിടെയുള്ളത്. അവരെ നീ എന്ത് സ്നേഹിക്കാത്തത്? അവരോട് നീ മിണ്ടാത്തത്? അവരെ നിങ്ങൾ സ്നേഹിക്കണില്ലേ? ഇത് എല്ലാരും കൂടെ സ്നേഹിക്കണം എന്താണ്? വെറുതെ ഉള്ള സ്നേഹങ്ങളെ നിന്റെ സംരക്ഷണം കിട്ടാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പട്ടിനെ വളർത്തണത്. അതൊന്നുമില്ലെങ്കിലും ആരെങ്കിലും പരിചയമില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ കുരക്കെങ്കിലും ചെയ്യും. വർത്താനം പറഞ്ഞ് തല്ലു പിടിച്ചിരുന്നാ മതി കല്യാണത്തിന്. ഇനി ഇതും പറഞ്ഞ് മുഖം വീർപ്പിച്ചിരിക്കും. കല്യാണത്തിന് പോകണമെങ്കിൽ ആ ഷട്ടുമുണ്ടും തേക്കണം. ഷട്ടുമുണ്ടും തേക്കാതെ കല്യാണത്തിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്താ കാര്യം? ഷട്ടുമുണ്ടും തേച്ചാ എന്റെ സാരി തേച്ച് ബ്ലൗസ് തേച്ച് കഴിഞ്ഞപ്പോ കറണ്ട് പോയി. അപ്പൊ അതാറും ഷർട്ടും മുണ്ടും. അപ്പൊ എന്റെ ഷട്ടുമുണ്ട് ആദ്യം തേക്കാറുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് നിന്റെ സാരിയും ബ്ലൗസും തേച്ചാ പോരായിരുന്നു? ലേഡീസ് ഫസ്റ്റ് എന്നാണ്, പെണ്ണുങ്ങളുടെ ആദ്യം തേക്കണം. നിനക്ക് നിന്റെ കാര്യം, നിന്റെ സ്വാർത്ഥത. ആത്മാർത്ഥത എന്ന് പറയുന്നത് അശേഷയില്ല. ആത്മാർത്ഥത വേണം കുടുംബമായ ഭർത്താവിനോടാണെങ്കിൽ. എന്താണ് എപ്പോ നോക്കിയാലും വഴക്കാണല്ലോ നിങ്ങൾ തമ്മില്. നിങ്ങൾ ഇടയ്ക്കൊക്കെ അളിയനും ചമ്മന്തിയൊക്കെ ആവുന്നു. അളിയനും ചമ്മന്തിയാ? അല്ല, നളനും ചമ്മന്തിയൊക്കെ ആവ്. ഒന്നുമില്ലെങ്കിലും മുന്താസും ഷാജാനും ആവ്. ഓ, ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. എന്നിട്ട് വേണം ഞാൻ മരിച്ചിട്ട് ഇങ്ങനെ വേറെ വീടും വെച്ച് വേറെ പെണ്ണിനെ കെട്ടി താമസിക്കാനായിട്ട്. അത് നീ മരിച്ചിട്ട് വേണ്ട, നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യാൻ എനിക്കറിയാം. കേട്ടല്ല, ആരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ചേട്ടാ, ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണം. കുടുംബം ഞാൻ വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്. ഞാൻ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. ചോദിച്ചു നോക്കൂ നീ. ശരിയാണ്, ഇങ്ങനെ നല്ല വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല് 2 എണ്ണം വിട്ടിട്ട് പിന്നെ ഒറ്റ വീഴ്ചയാണ്. അതും ഒരു വിട്ടുവീഴ്ചയല്ലേ? ആ, അത് ശരിയാ, നല്ല വിട്ടുവീഴ്ച. എന്താണ് ഇവന്റെ ഒരു കാര്യം? നമ്മുടെ പപ്പുച്ചേട്ടന്റെ സതീശനല്ലേ, പപ്പുച്ചേട്ടന്റെ മോൻ. അവന് എന്താ പറയുക, നേരിട്ട് കണ്ടാൽ മിണ്ടാറില്ല. അവനാരോടും മിണ്ടാറില്ല, ഒരാളും മിണ്ടാറുമില്ല, മൈൻഡും ചെയ്യാത്തവനാണ്. ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോ അപ്പൊ തന്നെ ലൈക്ക് കമന്റ് ഒക്കെ വിട്ടോണ്ടിരിക്കണാണ്. എന്റെ ഒറ്റ പോസ്റ്റിന് അവൻ ലൈക്ക് അടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു 300-400 ഫോട്ടോ ഒക്കെ അവൻ ലൈക്ക് അടിച്ചു. എല്ലാത്തിലും ഉണ്ട്. എന്താണത് അങ്ങനെ? എന്റെ ഫോട്ടോയ്ക്കൊക്കെ ലൈക്ക് അടിക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയാമോ? മനസ്സിലായില്ല? ഇല്ല. അത് വേറെ ഒരു കാര്യത്തിന്റെ തുടക്കമാണ്. എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിൽ വരാൻ പോണല്ലേ, അവനാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥി. അതിന് മുമ്പുള്ള പണിയാണ് ഈ നടത്തണത്. സോപ്പിടണപ്പാ. പോണ്ടേ കഥയും പറഞ്ഞു. അവൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടേ അപ്പൊ അവനെ കാണാറില്ല കേട്ടോ സംഭവം. ആ പോസ്റ്റ് ഇട്ടതോടുകൂടി അവൻ നിലത്തല്ല, എയറിലാണ്. പിന്നെ താഴ്ത്തിറങ്ങിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ കേസല്ലേ? അതങ്ങനെ ആയിപ്പോയി. എന്താ എവിടെ പോകാൻ? ഒരു കല്യാണത്തിന് പോകാൻ നിൽക്കണേന്ന്. എത്തിയപ്പിന്റെ മോളുണ്ട ഇതിനെ കൊണ്ട് വന്ന് ഞാൻ കരുതി. അപ്പൊ എന്റെ ഡ്രസ്സ് ഒന്ന് തേച്ച് വെക്കാൻ പറഞ്ഞു. എന്റെ ഡ്രസ്സ് തേച്ചിട്ടില്ല, ഇവിടെ ഇവക്കടെ മാത്രം തേച്ച്. എന്നിട്ട് എന്റെ തേക്കാൻ വന്നപ്പോ കറണ്ട് പോയത്. ഞാൻ തേച്ചോണ്ടിരുന്നപ്പോ കറണ്ട് പോയി. കറണ്ട് പോയതല്ല, നിന്റെ ഡ്രസ്സ് തേച്ച എന്റെ ഇതുകൊണ്ട് പവർ അടിച്ചു പോയി. ചേട്ടാ, തേച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ചേട്ടന് ഇത് മതി. ഒന്ന് പോടാ. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ലതല്ലേ ചേട്ടന് ഇത് മതിന്ന്. എടാ, 4 ആള് കൂടുന്ന സദസ്സാണ്, അവിടെ ചെല്ലുമ്പോ ആളുകൾ എന്നെ ശ്രദ്ധിക്കും. ഈ അടിപൊളി ചേച്ചി കൂടെയുള്ളപ്പോ ചേട്ടന് ആര് ശ്രദ്ധിക്കാനാണ്?